2015 മമ്മൂക്കയും നയൻതാരയും ഒക്കെ അഭിനയിച്ച് തകർത്തുന്ന ഒരു ചിത്രമായിരുന്നു ഭാസ്കർ ദ റാസ്കൽ. ഇത് തമിഴിലേക്ക് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. എന്നാൽ പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവിയുടെ പൂജ ഇന്നതേ കൊച്ചിയിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്നർത്ഥം. ഡയറക്ടർ സിദ്ദിഖ് തന്നെയാണ് തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. സിദ്ദിഖിൻ്റെ ബോഡി ഗാർഡ് ആയിരുന്നു അവസാനം തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ മൂവി. ഇതിൽ ലീഡ് ചെയ്യുന്ന അരവിന്ദ് സ്വാമിയും അമല പോളുമാണ്. തമിഴ് ഓഡിയൻസിന് ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ പ്ലോട്ടിൽ വരുത്തിയിട്ടുണ്ടെന്നാണ് സംവിധായകൻ പറയുന്നത്. നടി മീനയുടെ മകൾ നൈനികയാണ് ഇതിൽ അമല പോളിൻ്റെ മകളായിട്ടെത്തുന്നത്. ഇനി നാളെ കൊച്ചിയിൽ നടക്കാൻ പോകുന്ന മറ്റൊരു വിശേഷമാണ് നിവിൻ പോളിയുടെ സഖാവിൻ്റെ ഓഡിയോ ലോഞ്ചാണ് നാളെ. സഖാവ് റിലീസിന് തയ്യാറെടുക്കുകയാണ്. നിവിൻ്റെ ഒരു വിഷു റിലീസ് കൂടിയാണിത്. കൃഷ്ണകുമാർ എന്നൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുടെ റോളാണ് നിവിൻ ഇതിൽ ചെയ്യുന്നത്. നിവിൻ ആദ്യമായിട്ട് ഇരട്ട വേഷത്തിലെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. 2 കാലഘട്ടങ്ങളിലെ വ്യക്തികളായിട്ടാണ് നിവിൻ ഇതിൽ അവതരിപ്പിക്കുന്നത്. 2017 നിവിൻ്റെ ആദ്യ റിലീസ് കൂടിയാണ് സഖാവ്. സിദ്ധാർത്ഥ ശിവയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അപർണ ഗോപിനാഥ്, ഗായത്രി തുടങ്ങിയവരൊക്കെയാണ് ഇതിലെ താരങ്ങൾ.